സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ശാലോൺ TV ഒരുക്കുന്ന പ്രോഗ്രാമാണ് സി കാറ്റ്. ഈ പ്രോഗ്രാമിൽ നമ്മളോട് സംസാരിക്കുവാനും പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുവാനുമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും KCBC ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവുമായ അഭിവന്ദ്യ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും സംശയങ്ങൾ ദൂരീകരിക്കുവാനുമായിട്ട് എത്തിയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ വെമ്പുവ ഹോളി ക്രോസ് ദേവാലയത്തിലെ മതാധ്യാപകരും യുവജന സുഹൃത്തുക്കളുമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കത്തോലിക്ക സഭയുടെ സൗഖ്യദായക കൂദാശ എന്നറിയപ്പെടുന്ന വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ചാണ്. വിശുദ്ധ കുമ്പസാരം നമുക്ക് പാപമോചനവും അതോടൊപ്പം തന്നെ പുതുജീവനും നൽകുന്ന കൂദാശയാണ്. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, പ്രീതി ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, ദണ്ഡവിമോചനം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? സഭാചരിത്രത്തിൽ ഏറെ വിവാദമുയർത്തിയ ദണ്ഡവിമോചനം പോലുള്ള ആശയങ്ങൾ ഇന്നും തുടരേണ്ടതുണ്ടോ? ദണ്ഡവിമോചനത്തെക്കുറിച്ചാണ് പ്രീതി ടീച്ചറിൻ്റെ ചോദ്യം. ദണ്ഡവിമോചനം എന്ന് പറയുന്നത് തീർച്ചയായും കുമ്പസാരം എന്ന കൂദാശയുമായി ബന്ധപ്പെട്ട് തന്നെ മനസ്സിലാക്കേണ്ട സത്യമാണ്. അതുകൊണ്ടായിരിക്കാം പ്രീതി ടീച്ചർ ഇതിൻ്റെ കൂടെ ചോദിച്ചത് അല്ലേ? ഓക്കെ, യെസ്. എന്താണ് ഈ ദണ്ഡവിമോചനം? അതാണ് ടീച്ചറിൻ്റെ ആദ്യത്തെ ചോദ്യം. എന്താ ഈ ദണ്ഡവിമോചനം? ദണ്ഡങ്ങളിൽ നിന്നുള്ള മോചനമാണ് ദണ്ഡവിമോചനം. എന്നാ ഈ ദണ്ഡം? എന്തായിരിക്കും ഈ ദണ്ഡം? ദണ്ഡം എന്ന് പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ദണ്ഡം. ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനങ്ങളിൽ നിന്നുള്ള മോചനം. എന്താണ് ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് ചോദിച്ചാൽ അത് വീണ്ടും പ്രശ്നമായി. ഇതൊക്കെ നമ്മൾ പിന്നീട് നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞ് പ്രവേശിക്കും. മറിച്ച് ഈ ദണ്ഡവിമോചനത്തെ മനസ്സിലാക്കണമെങ്കിൽ പാപത്തിൻ്റെ ശിക്ഷകളെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് നിത്യശിക്ഷ, മറ്റൊന്ന് കാലിക ശിക്ഷ. രണ്ടും രണ്ട് കാര്യം. നിത്യശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തി നരകത്തിൽ പോകും, അതാണ് നിത്യശിക്ഷ. അത് ഇല്ലാതാകണമെങ്കിൽ കുമ്പസാരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ഉദാഹരണമായിട്ട് ഒരു വ്യക്തി 10,000 രൂപ മോഷ്ടിച്ചു. 10,000 രൂപ മോഷ്ടിച്ചു. എന്നിട്ട് വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ 10,000 രൂപ മോഷ്ടിച്ചു. അച്ഛൻ പറഞ്ഞു, നീ ആ പൈസ ഒക്കെ തിരിച്ചു കൊടുക്കണം, ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് ഒരു 5 സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലണമെന്ന്. അവൻ 5 സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലി. അവൻ്റെ നിത്യശിക്ഷ ഒഴിവായി. കുമ്പസാരത്തിൽ അത് ഏറ്റുപറഞ്ഞ് പ്രായശ്ചിത്തം നിറവേറ്റിയതോടെ നിത്യശിക്ഷ ഒഴിവായി. പക്ഷേ അച്ഛൻ അവനോട് പറഞ്ഞായിരുന്നു, എന്താണ്? നീ ആ 10,000 രൂപ തിരിച്ചു കൊടുക്കണമെന്ന്. അതിപ്പോൾ അവൻ്റെ ചിലവായി പോയിട്ടുണ്ടാകും, പക്ഷേ അതുണ്ടാക്കി തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അവനത് തിരിച്ചു കൊടുത്തില്ല. അവൻ ഈ 5 സ്വർഗസ്ഥനായ പിതാവേൽ പ്രശ്നം തീർത്തു. 5 സ്വർഗസ്ഥനായ പിതാവിക്ക് 10,000 രൂപ ലാഭമാണ് അല്ലേ? അവൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇരുന്നു. പക്ഷേ അവൻ്റെ നിത്യശിക്ഷ ഒഴിവായപ്പോഴും അവൻ പരിഹാരം ചെയ്യാത്തത് കൊണ്ട് അവൻ്റെ കാലിക ശിക്ഷ ശേഷിക്കുന്നു. മനസ്സിലാകുന്നു? അതാണ് കാലിക ശിക്ഷ. കാലിക ശിക്ഷ പരിഹരിക്കപ്പെടാതെ നിൽക്കുന്ന വ്യക്തികൾ മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത് പോകും എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. മനസ്സിലാകുന്നു? അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകുന്ന വ്യക്തികളുടെ
ഈ കാലിക ശിക്ഷയിൽ നിന്നുള്ള വിടുതലിന് ലഭിക്കുന്ന പുണ്യകർമ്മങ്ങളെയാണ് ദണ്ഡവിമോചനങ്ങൾ എന്ന് പറയുക. ദണ്ഡവിമോചനങ്ങൾ ഇപ്പോഴാവശ്യമുണ്ടോ എന്ന് പ്രീതി ടീച്ചർ ചോദിച്ചാൽ, ഇപ്പോൾ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിൽ പോകുന്നുണ്ടോ? ഉണ്ടോ പ്രീതി ടീച്ചറെ? ടീച്ചറിൻ്റെ അഭിപ്രായം എന്താ? ഇപ്പോഴാത്മാക്കൾ പോകുമോ? അറിയത്തില്ല. പോകുന്നില്ല. അത് ഞാൻ സമ്മതിച്ചു. പോകുന്നവരുണ്ട്, പോകാത്തവരുമുണ്ട്. ചിലർ നേരെ കീഴോട്ട് നരകത്തിലേക്കാണ് പോകുന്നത്, വേറെ ചിലർ സ്വർഗത്തിൽ പോകും. അല്ലാത്തവരെ എവിടെ പോകുന്നുള്ളൂ? ശുദ്ധീകരണ സ്ഥലത്തിൽ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ളതിനാൽ ഇപ്പോഴും ദണ്ഡവിമോചനങ്ങൾ പ്രസക്തമാണ്. ഇനി എന്താണ് ഈ ദണ്ഡവിമോചനം എന്ന് ചോദിച്ചാൽ, ഈ കാലിക ശിക്ഷ പരിഹരിക്കപ്പെടാതെ ഒരു വ്യക്തി എവിടെ എത്തി? ശുദ്ധീകരണ സ്ഥലത്തിലെത്തി. ആ വ്യക്തിക്ക് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ സഭ നിർദ്ദേശിക്കുന്ന പുണ്യപ്രവർത്തികൾ ചെയ്താൽ പാപവിമോചനം അല്ലെങ്കിൽ കാലിക ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുന്നു. അതുകൊണ്ട് ദണ്ഡവിമോചനത്തെ മനസ്സിലാക്കാൻ ഒന്നാമത്തെ വ്യവസ്ഥ, കുമ്പസാരത്തിലൂടെ നിത്യശിക്ഷ ഒഴിവായി കഴിഞ്ഞ പാപങ്ങൾക്ക് മാത്രമേ എന്തുള്ളൂ? ദണ്ഡവിമോചനം ലഭിക്കുകയുള്ളൂ. രണ്ടാമതായി, ദണ്ഡവിമോചനം ലഭിക്കും എന്ന് തിരുസഭ പറഞ്ഞ കാര്യങ്ങൾക്ക് മാത്രമേ ദണ്ഡവിമോചനം ലഭിക്കുകയുള്ളൂ. യെസ്, അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യണം. 3, ഇത് തിരുസഭയിലൂടെ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാകയാൽ സഭയുടെ തലവനായ പരിശുദ്ധ മാർപ്പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ കർമ്മം, ദണ്ഡവിമോചനത്തിൻ്റെ പുണ്യകർമ്മം നിറവേറ്റാൻ. 4, ഈ കർമ്മം നിറവേറ്റുന്ന വ്യക്തികൾ വരപ്രസാദ അവസ്ഥയിൽ അത് നിറവേറ്റും. ഇത്രയും കാര്യങ്ങളോടുകൂടി നമ്മൾ ദണ്ഡവിമോചനത്തിന് അർഹമായ പ്രവൃത്തികൾ ചെയ്താൽ അത് കൃപയാകും, അനുഗ്രഹമാകും. അത് ചിലപ്പോൾ നമ്മുടെ തന്നെ കാലിക ശിക്ഷകളിൽ നിന്നുള്ള വിടുതലാകാം. അതല്ല എങ്കിൽ നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന നമ്മുടെ പൂർവികർക്ക് വേണ്ടിയും നമുക്ക് ഇത്തരം ദണ്ഡവിമോചനങ്ങൾ പ്രാപിച്ച് കാഴ്ചവെക്കാവുന്നു. പിതാവേ, എല്ലാ പാപങ്ങൾക്കും ഇപ്രകാരം കാലികമായ ശിക്ഷ ഉണ്ടോ? എല്ലാ മാരക പാപങ്ങൾക്കും കാലിക ശിക്ഷയുണ്ട്. കാരണം നിത്യശിക്ഷയ്ക്ക് അർഹമാകുന്ന പാപങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മാരക പാപങ്ങൾ, മോർട്ടൽ സിൻ എന്ന് വിളിക്കുക. അത് കാലിക ശിക്ഷ ശേഷിപ്പിക്കുന്നു. പക്ഷേ സാറിൻ്റെ ചോദ്യം വേറൊരർത്ഥത്തിൽ മനസ്സിലാക്കാം. എല്ലാ കാലിക ശിക്ഷകളും നമുക്ക് സ്വയമേവ പരിഹരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തി ഗർഭഛിദ്രം നടത്തി. അതെങ്ങനെ പരിഹരിക്കുക? ഒരു ജീവൻ ഇല്ലാണ്ടാക്കി, അത് പരിഹരിക്കാൻ വഴിയൊന്നുമില്ല. വേറൊരു കൊച്ചിനെ ജനിപ്പിച്ചാൽ അത് പരിഹാരമാകുമോ? ഇല്ല. ഏതെങ്കിലും ഒരു പാവപ്പെട്ട കൊച്ചിന് എന്തൊരു സഹായം ചെയ്തു കൊടുത്തു, അതും പരിഹാരമല്ല. അതൊക്കെ എന്താണ്? താൽക്കാലികമായ ചില ശാന്തികൾ എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആ തെറ്റിൻ്റെ കാലിക ശിക്ഷ ഒരു വ്യക്തിയുടെ പരിധിക്ക് അപ്പുറത്താണ്. അത്തരം സന്ദർഭങ്ങളിൽ ആ പാപത്തിൻ്റെ കാലിക ശിക്ഷ മോചിച്ച് കിട്ടാൻ, ഇളവ് ചെയ്ത് കിട്ടാൻ ദണ്ഡവിമോചനങ്ങൾ മാത്രമാണ് പരിഹാരമായിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. തിരുസഭയുടെ പുണ്യഭണ്ഡാകാരത്തിൽ നിന്ന് തിരുസഭ നമുക്ക് ആ കാലിക ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനുള്ള മാർഗം നിർദ്ദേശിച്ചു തരുമ്പോൾ അത് നമ്മൾ പ്രയോജനപ്പെടുത്തും. പിതാവ്, ഇതുമായിട്ട് ബന്ധപ്പെടുന്നൊരു സംശയമാണ്. ഈ കരുണയുടെ വർഷത്തിൽ കരുണയുടെ വാതിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദണ്ഡവിമോചനം ലഭിക്കുമെന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. നമ്മൾ അത് ഈ വാതിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെയാണ് ദണ്ഡവിമോചനം ലഭിക്കുന്നത്? കൂടാതെ നമ്മുടെ പൂർവികർ ചെയ്ത ഏതെങ്കിലും തെറ്റിന് ഈ കരുണയുടെ വാതിലൂടെ പ്രവേശിച്ചാൽ അവർക്കും ദണ്ഡവിമോചനം ലഭിക്കുമോ? യെസ്,
ഇവിടെ ഉന്നയിച്ച ചോദ്യം, കരുണയുടെ വർഷത്തിൽ ഇന്ന വാതിലിലൂടെ പ്രവേശിച്ചാൽ ദണ്ഡവിമോചനം, അത് നിർണയിക്കാനുള്ള അധികാരം റോമ മാർപ്പാപ്പായ്ക്കാണ്. കാരണം ഇത് തിരുസഭയുടെ പുണ്യഭണ്ഡാകാരം എന്ന് പറഞ്ഞാൽ തിരുസഭയുടെ ഒരു ട്രഷറി ഓഫ് വെർച്യൂസ് ഉണ്ട്, പുണ്യങ്ങളുടെ ഭണ്ഡാകാരം. അത് ഈശോ മിശിഹായുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാലുള്ളതാണ്. സഭയിലെ എല്ലാ വിശുദ്ധരുടെയും പുണ്യയോഗ്യതയാലാണ്. പരിശുദ്ധ അമ്മയുടെയും രക്തസാക്ഷികളുടെയും എല്ലാം പുണ്യയോഗ്യതയാലുള്ളതാണ് സഭയുടെ പുണ്യഭണ്ഡാകാരം എന്ന് പറയും. അതിൽ നിന്ന് ഈ പുണ്യത്തിൻ്റെ ഓഹരി വിശ്വാസികൾക്ക് പങ്കുവയ്ക്കാൻ തിരുസഭയ്ക്ക് സാധിക്കും. നമ്മുടെ വ്യക്തിപരമായ പുണ്യങ്ങളല്ല, തിരുസഭയിൽ ധീരോദാത്തമായി ജീവിച്ച വ്യക്തികളുടെ പുണ്യത്തിൻ്റെ ഓഹരി നമുക്ക് തരുന്നതാണ് ഈ ദണ്ഡവിമോചനങ്ങൾ. അത് ഏത് കർമ്മം ചെയ്താലാണ് ആ ഒരു പുണ്യഭണ്ഡാകാരത്തിൽ നിന്നുള്ള ഓഹരി ലഭിക്കുക എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം സഭയുടെ തലവനായ മാർപ്പാപ്പായ്ക്കുള്ളതാണ്. മാർപ്പാപ്പ നിശ്ചയിക്കുകയാണ് കരുണയുടെ വാതിലിലൂടെ കടക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ അത് അപ്രകാരം സംഭവിക്കും എന്നാണ് നാം വിശ്വസിക്കുക. നമുക്ക് അത് മാത്രമല്ല, പ്രത്യേകിച്ച് ഇങ്ങനെ പറയപ്പെടാത്ത സന്ദർഭങ്ങളിലും എല്ലാ ദിവസവും നമുക്ക് സ്വീകരിക്കാവുന്ന ദണ്ഡവിമോചനങ്ങളുണ്ട്. കുരിശിൻ്റെ വഴി ചെല്ലുക, 14 സ്ഥലങ്ങളുടെ കുരിശിൻ്റെ വഴി ചെല്ലുന്നത്, കരുണക്കൊന്ത ചെല്ലുന്നത്, ജപമാല 5 രഹസ്യങ്ങളുള്ള ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നത്, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച ദേവാലയത്തിൽ അരമണിക്കൂർ കുർബാനയെ ആരാധിക്കുന്നത്, ഇതെല്ലാം പൂർണ്ണ ദണ്ഡവിമോചനം തരുന്ന പ്രവർത്തികളാണ്. അതുകൊണ്ട് അത്തരം പ്രവർത്തികൾ എപ്പോൾ നമ്മൾ ചെയ്താലും നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നു. നമ്മൾ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി, മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടി സഭ നിർദ്ദേശിച്ച ഇത്തരം പുണ്യപ്രവർത്തികൾ ചെയ്ത് കാഴ്ചവെക്കുമ്പോൾ ഈ ദണ്ഡവിമോചനം അവർക്കും ലഭിക്കുന്നു എന്നാണ് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്. നന്ദി പിതാവേ. ദണ്ഡവിമോചനത്തെക്കുറിച്ച് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതലായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടോ? ഓക്കെ, സിന്ധു ടീച്ചറിന് എന്താണ് ചോദിക്കാനുള്ളത്? പിതാവേ, അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതും പുത്തൻ കുർബാന ചൊല്ലിയ വൈദികൻ്റെ കൈമുത്തുന്നതുമൊക്കെ ദണ്ഡവിമോചനത്തിന് കാരണമാകുന്നുണ്ട്. ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ദണ്ഡവിമോചനം നൽകുമോ എന്ന് ചോദിച്ചാൽ, ദണ്ഡവിമോചനം ഞാൻ പറഞ്ഞിരുന്നു, നിത്യശിക്ഷ ഒഴിവായി കഴിഞ്ഞ പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് ദണ്ഡവിമോചനത്തിൽ നിന്നിലൂടെ സംഭവിക്കുക. യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാന എന്താണ്? നിത്യജീവൻ നൽകുന്ന കൂദാശയാണ്. അപ്പോൾ ദണ്ഡവിമോചനത്തെക്കാളും ഉപരിയായ കൃപ തരുന്ന കൂദാശയാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെ കേവലം ഒരു ദണ്ഡവിമോചനം പ്രാപിക്കാനുള്ള ഭക്തകൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. അതിനേക്കാളും ഒക്കെ ഉപരിയായി നിത്യജീവൻ തന്നെ തരാൻ കഴിയുന്ന ഈശോ തന്നെ നമുക്ക് ലഭ്യമാകുന്ന കൂദാശയാണ് വിശുദ്ധ കുർബാന. ഇനി പുത്തൻ കുർബാന ചെല്ലുന്ന അച്ഛൻ്റെ പുത്തൻ കുർബാനയിൽ പങ്കെടുക്കുക, ജൂബിലി ആഘോഷിക്കുന്ന വൈദികരുടെ ജൂബിലി കുർബാനയിൽ പങ്കെടുക്കുക, ഇതൊക്കെയും സഭ പ്രത്യേകമായ അവസരങ്ങളിൽ നിശ്ചയിച്ചിട്ടുള്ള ദണ്ഡവിമോചന പ്രാപ്തിക്കുള്ള മാർഗങ്ങളാണ്. പുത്തൻ കുർബാന, അതുപോലെ തന്നെ മെത്രാഭിഷേകത്തിൽ പങ്കെടുക്കുക, ജൂബിലി ആഘോഷിക്കുന്ന വൈദികരുടെ കുർബാനയിൽ പങ്കുചേരുക, ജൂബിലി കുർബാന. അതുപോലെ തന്നെ ഏത് പള്ളിയുടെ വിശുദ്ധൻ്റെ തിരുനാളാണ്, ഇപ്പോൾ യൗസേപ്പിതാവിൻ്റെ പള്ളിയാണ്, സെൻറ്റ് ജോസഫ്സ് ചർച്ചാണ് എങ്കിൽ അവിടെ മാർച്ച് 19 യൗസേപ്പിതാവിൻ്റെ തിരുനാൾ. ആ ദിവസം ആ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം സഭ നൽകിയിട്ടുണ്ട്. ഏത് വിശുദ്ധൻ്റെ നാമത്തിലുള്ള പള്ളിയാണോ അവിടെ പോയി പ്രാർത്ഥിക്കും. വീണ്ടും സഭ നിശ്ചയിച്ചിട്ടുള്ള ചില ദേവാലയങ്ങളുണ്ട്, ചില തീർത്ഥാടന ദേവാലയങ്ങൾ, ബസിലിക്ക ദേവാലയങ്ങൾ, അവിടെയൊക്കെയും അതിനെ അംഗീകരിച്ചുകൊണ്ട് മാർപ്പാപ്പ കൽപ്പന തന്നപ്പോൾ അതിൽ വ്യവസ്ഥ പറഞ്ഞിട്ട് കാണും, ഈ പള്ളിയിൽ കയറി ഇന്ന വിസീത്ത നടത്തിയാൽ പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞിട്ടുള്ള ദേവാലയങ്ങളുണ്ട്. ആ ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാലും പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കും.
ഇനി ദണ്ഡവിമോചനത്തെ സംബന്ധിച്ച കൂടുതൽ സംശയങ്ങൾ? ഓക്കെ, ബിജു സാറ്. പിതാവെ, ദണ്ഡവിമോചനത്തെക്കുറിച്ച് പിതാവ് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു. എങ്കിൽ ഇതിനെക്കുറിച്ച് 3 സംശയമാണ് എനിക്കുള്ളത്. ഒന്ന്, ഈ പരിപൂർണ്ണ ദണ്ഡവിമോചനം കൊടുക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? 2, ഇത് കൊടുക്കുന്ന കാലയളവ് ഏത് വർഷത്തിൽ, എല്ലാ വർഷവും കൊടുക്കുമോ അല്ലെ 6 മാസം കൂടുമ്പോൾ ഇത് പ്രഖ്യാപിക്കുമോ? 2. മൂന്നാമത്, ഇപ്പോൾ പിതാവ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഒരു വിശുദ്ധ നാമത്തിലുള്ള പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ അല്ല അവിടെ തിരുനാൾ പങ്കെടുത്താലൊക്കെ ഇത് ലഭിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നി ദൈവജനത്തിന് ഇതിനെക്കുറിച്ചൊന്നും വലിയ പിടിപാടില്ല. ഞാനും ഈ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് അറിയുന്നത്. അപ്പോൾ ഇതെല്ലാം ദൈവജനത്തിന് അറിയിക്കാൻ പറ്റിയ വേദികൾ അല്ലെങ്കിൽ ഇത് എവിടെയാണ് ഇതിൻ്റെ അത് എങ്ങനെയാണ് അത് ദൈവജനത്തിന് ഇത്? ഏറ്റവും നല്ല വേദി നിങ്ങളുടെ വേദിയാണ്. മതബോധന ക്ലാസ്സിൽ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുക. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ സി ക്യാറ്റ് എന്നുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. യെസ്, ബിജു സാറിൻ്റെ ചോദ്യവും ആശങ്കയും വളരെ പ്രസക്തമാണ്. ഒന്നാമത്തെ ചോദ്യം സാർ ചോദിച്ചത്, ഈ പൂർണ്ണ ദണ്ഡവിമോചനം പ്രഖ്യാപിക്കാൻ ആർക്കാ അധികാരം? ഒരാൾക്കേ അധികാരമുള്ളൂ. ക്രിസ്തുവിൻ്റെ വികാരിയും തിരുസഭയുടെ ദൃശ്യതലവനുമായ മാർപ്പാപ്പായ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. അല്ലെങ്കിൽ മാർപ്പാപ്പ പ്രത്യേകം ഇങ്ങനെ എന്തെങ്കിലും ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിച്ചു കൊള്ളാൻ മെത്രാന്മാരെ അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് ആ പ്രത്യേക സാഹചര്യത്തിൽ അത് പ്രഖ്യാപിക്കാം. അതല്ല എങ്കിൽ അത് മാർപ്പാപ്പായുടെ നിയന്ത്രണത്തിൽ അധികാരത്തിലുള്ള കാര്യമാണ്. ഇതെപ്പോഴാണ് പ്രഖ്യാപിക്കുക എന്ന് ചോദിച്ചാൽ, ചില ദണ്ഡവിമോചനങ്ങൾ എല്ലാ ദിവസവും എല്ലാവർക്കും പ്രാപിക്കാവുന്നതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൊന്ത നമസ്കാരം, കുരിശിൻ്റെ വഴി, അതുപോലെ പരിശുദ്ധ കുർബാനയുടെ ആരാധന, ബൈബിൾ വായന എന്നൊക്കെ പറഞ്ഞത് എന്താണ്? എല്ലാ ദിവസവും എല്ലാവർക്കും പ്രാപിക്കാവുന്ന ദണ്ഡവിമോചനങ്ങളാണ്. ചില പ്രത്യേക വർഷങ്ങളിലാണ്, ജൂബിലി വർഷമാണ്. സാധാരണ 50 വർഷം കൂടുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രത്യേക ദണ്ഡവിമോചനം പ്രാപിക്കുന്ന വർഷങ്ങൾ പരിശുദ്ധ മാർപ്പാപ്പമാർ പ്രഖ്യാപിക്കുക. ചിലപ്പോൾ 25 കൊല്ലം കൂടുമ്പം പ്രഖ്യാപിക്കാറുണ്ട്. തികച്ചും വ്യത്യസ്തമായി ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങനെ 25 50 ഒന്നും കണക്കാക്കാതെ ഒരു അസാധാരണ വർഷം, കാരുണ്യവർഷം പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ മാർപ്പാപ്പ അങ്ങനെ പ്രഖ്യാപിച്ചാൽ മാർപ്പാപ്പ എപ്പോൾ പ്രഖ്യാപിക്കുന്നുവോ ആ വർഷം ആ പ്രവൃത്തി ചെയ്യുന്നവർക്ക് ദണ്ഡവിമോചനം. അതാണ് അതിൻ്റെ കണക്ക്. അതിനോട് ചേർന്നുകൊണ്ട് പിതാവെ, ഏത് കാലഘട്ടത്തിലാണ് ഈ ദണ്ഡവിമോചനം എന്നുള്ള ആശയം സഭയിൽ രൂപപ്പെട്ടത്? അത് രൂപപ്പെടാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്നും കൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ദണ്ഡവിമോചനം എന്ന് പറയുന്ന ആശയം പണ്ട് മുതലേ തിരുസഭയിലുണ്ടായിരുന്നു. അത് കാരണം എന്താണ്? അത് കുമ്പസാരം എന്ന കൂദാശ ഏത് കാലം മുതലുണ്ടായിരുന്നോ ആ കാലം മുതൽ ദണ്ഡവിമോചനത്തെക്കുറിച്ചുള്ള ചിന്തകൾ സഭയിലുണ്ടായിരുന്നു എന്നുള്ളത് സത്യം. പക്ഷേ അച്ഛനിപ്പോൾ ചോദിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ദണ്ഡവിമോചനം ഒരു പ്രതിസന്ധിയായി വളർന്ന ചില സാഹചര്യങ്ങളുണ്ട്. ജർമ്മനിയിലെ മൈൻസ് രൂപത കാണിച്ച ഒരു അവിവേകമുണ്ട്. ആ അവിവേകം അത് മധ്യകാലത്തിലാണ് ആ സംഭവം. അവർ റോമിലെ ഒരു കർദിനാളുമായി ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ മൈൻസ് രൂപതയിൽ സംഭാവന നൽകുന്നവർക്ക്, നിശ്ചിത രൂപ സംഭാവന നൽകുന്നവർക്ക് ദണ്ഡവിമോചനം. റോമിലെ വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക പണിയാൻ അതിൻ്റെ ഒരു ഓഹരി കൊടുക്കാം എന്നും കൂടി പറഞ്ഞപ്പോൾ റോമിലെ കർദിനാളും ഈ ഒരു പ്രലോഭനത്തിൽ വീണു. അതാണ് ദണ്ഡവിമോചനങ്ങളുടെ വിൽപ്പന എന്ന പേരിൽ സഭാചരിത്രത്തിൽ ഒരു ഏതാനും വർഷങ്ങൾ നീണ്ട ഒരു അപജയമായിരുന്നു അത്. അതൊരു തെറ്റായ പ്രവൃത്തിയായിരുന്നു. ആ പ്രവൃത്തി സംഭവിച്ചപ്പോൾ റോമ മാർപ്പാപ്പ ഇതേക്കുറിച്ച് അറിഞ്ഞപ്പോൾ മാർപ്പാപ്പ അത് കർക്കശമായി വിലക്കുകയും ദണ്ഡവിമോചനങ്ങളെ സാമ്പത്തിക വ്യവഹാരവുമായി ബന്ധിപ്പിക്കാൻ പാടില്ല എന്ന് കർക്കശമായി കൽപ്പന കൊടുക്കുകയും ചെയ്തു. അതാണ് പിന്നീട് ലൂതർ ദണ്ഡവിമോചനങ്ങളുടെ വിൽപ്പന എന്ന് പറയുന്ന മാർട്ടിൻ ലൂതർ അതിനെ ഒരു വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നു. ഭണ്ഡാരപ്പെട്ടിയിലേക്ക് നേർച്ച പൈസ കിലുങ്ങി വീഴുമ്പോൾ ആത്മാക്കൾ ഇങ്ങനെ ഈയാമ്പാറ്റകൾ പോലെ ഉയർന്നുയർന്നു പോകും എന്നൊക്കെ പറഞ്ഞ ലൂതറിൻ്റെ വളരെ ആക്ഷേപഹാസ്യപരമായ പ്രഭാഷണങ്ങളുടെയൊക്കെ പിന്നിലുള്ളത് ഇതാണ്. ഒരു കാര്യം സത്യമാണ്,
സഭയിൽ പ്രാദേശികമായി സംഭവിച്ച ഒരു ജർമ്മനിയിലെ ഒരു രൂപതയിൽ സംഭവിച്ച ഒരു വിഷയമാണെങ്കിൽ പോലും അത് സമ്പത്തുമായി ബന്ധിപ്പിച്ച് ദണ്ഡവിമോചനങ്ങളെ വിൽപ്പന നടത്തി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു തെറ്റായ പ്രവൃത്തി സഭയിൽ സംഭവിച്ചിരുന്നു. ആ സംഭവത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ദണ്ഡവിമോചനം എന്ന് കേട്ടാൽ തന്നെ എന്തോ ഒരു മോശം കാര്യമാണ് എന്ന് വിശ്വാസികൾ ചിന്തിക്കാൻ ഇടവരുന്നതും, നേരത്തെ ബിജു സാറ് പറഞ്ഞതുപോലെ ഇതേക്കുറിച്ചൊന്നും വിശ്വാസികൾക്ക് ഒരു അറിവുമില്ലാതെ പോയതിൻ്റെ ഒരു കാരണം ഈ ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണ തിരുസഭയിൽ നിലനിന്ന് പോയതുകൊണ്ടാണ്. പിതാവേ, എൻ്റെ സംശയം ഇതാണ്. നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ഒത്തിരി കുർബാന ചൊല്ലിക്കുന്നു. ആ കുർബാന ആ വ്യക്തികൾക്ക് പാപമോചനോ ദണ്ഡവിമോചനോ എന്തെങ്കിലും ലഭിക്കുമോ? തീർച്ചയായും ലഭിക്കുമല്ലോ. കാരണം എന്താണ്? തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത് പുണ്യവാന്മാരുടെ ഐക്യം എന്ന സത്യത്തെക്കുറിച്ചാണ്. പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? സ്വർഗത്തിലെ വിജയസഭ, ഭൂമിയിലെ സമരസഭ, ശുദ്ധീകരണ സ്ഥലത്തെ സഹനസഭ. ഇത് മൂന്നും കൂടി ചേരുന്നതാണ് ഏത്? പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറയും. അപ്പോൾ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ഈ ഭൂമിയിലെ സഭ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അതെന്താണ്? ഈ ഭൂമിയിലെ സഭ, സമരസഭ, സഹനസഭയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഞാനെന്ന വ്യക്തി മരിച്ചുപോയ എൻ്റെ അപ്പന് വേണ്ടിയോ വല്യപ്പന് വേണ്ടിയോ വിശുദ്ധ കുർബാന ചെല്ലുമ്പോൾ ഞാനും എൻ്റെ അപ്പനും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ വിഷയമല്ലത്. ഈ ഭൂമിയിലെ സഭ, ശുദ്ധീകരണ സ്ഥലത്തെ സഭയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ആ മധ്യസ്ഥ പ്രാർത്ഥന ഒരു സഭാത്മക മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമുണ്ട് എന്ന് ടീച്ചർ ചിന്തിക്കുന്നുവെങ്കിൽ അതുപോലെ തന്നെ അർത്ഥം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലുമുണ്ട്. കാരണം അവർ മരിച്ചു പോയവരല്ല, അവരിപ്പോഴും ഈ തിരുസഭയിലെ അംഗങ്ങൾ തന്നെയാണ്. ഒരു ചോദ്യമുണ്ട് പിതാവേ. ചോദിച്ചോളൂ ഷാജി സാറ്. നിത്യജീവൻ്റെ ഉറവിടമായ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പിതാവ് കുറച്ച് മുമ്പ് സംസാരിക്കുകയുണ്ടായി. ഇങ്ങനെ വിശുദ്ധ കുർബാന നമുക്ക് ദണ്ഡവിമോചനത്തേക്കാൾ ഉപരിയായ കൃപകൾ നമുക്ക് നൽകുന്ന ഒരു കൂദാശയാണെന്നിരിക്കെ പിന്നെ എന്തിനാണ് ദണ്ഡവിമോചനത്തിന് വേണ്ടി മറ്റ് ലഘുവായ കുറച്ച് കർമ്മങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഈ വിശുദ്ധ കുർബാന തന്നെ ഇതിന് മതിയാകുന്നതല്ലേ? അതൊരു നല്ല ചോദ്യമാണ്. പക്ഷേ വിശുദ്ധ കുർബാന ഷായി സാർ വിചാരിച്ചാൽ വീട്ടിൽ കുർബാന എല്ലാം പറ്റുമോ? ഇല്ല. ഷാജി സാറിന് ദണ്ഡവിമോചനം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ലഘുവായ കാര്യങ്ങൾ വേണ്ടേ? അത് എല്ലാ വിശ്വാസിക്കും എപ്പോഴും പ്രാപിക്കാൻ തക്ക വിധത്തിലുള്ള പുണ്യപ്രവർത്തികൾ ആവശ്യമുള്ളതുകൊണ്ടാണ് തിരുസഭ ഇത്തരം ലഘുവായ കാര്യങ്ങളും കൂടി ദണ്ഡവിമോചനത്തിന് വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാന മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതെല്ലാ വിശ്വാസികൾക്ക് എപ്പോഴും അനുഷ്ഠിക്കാനോ പ്രാപിക്കാനോ പറ്റാത്ത ഒരു കാര്യമായി ശേഷിക്കും. അതുകൊണ്ടാണ്. താങ്ക് യു പിതാവേ. സി കാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് സൗഖ്യദായക കൂദാശ എന്നറിയപ്പെടുന്ന വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ചാണ്. വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങൾക്കുമൊക്കെ വ്യക്തമായ ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളും പിതാവ് വളരെ മനോഹരമായിട്ട് ദൂരീകരിച്ചു. ഇന്ന് ഈ ദിവസം നമ്മോടൊപ്പം ആയിരുന്നുകൊണ്ട് നമ്മുടെ സംശയങ്ങൾ ദൂരീകരിച്ച അഭിമന്യ ജോസഫ് പാമ്പ്ളാനി പിതാവിന് ശാലോം ടി വിയുടെ പേരിലുള്ള ഹൃദയപൂർവ്വമുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇന്നേ ദിവസം ഇവിടെ സംശയങ്ങൾ ചോദിക്കുവാനും ക്ലാസ്സിൽ പങ്കെടുക്കുവാനും എത്തിച്ചേർന്ന വെമ്പുവ ഹോളി ക്രോസ് ദേവാലയത്തിലെ മതാധ്യാപകർക്കും യുവജന സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വമുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് പ്രേക്ഷകരായ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ ഈശോയിൽ എല്ലാവർക്കും നന്ദി. സി കാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.